ഹായ് ഫ്രണ്ട്സ്, പുതിയുള്ളത് നമ്മൾ ഇന്ന് ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒന്നുമല്ല. നമ്മുടെ ബൈക്ക് ആശ്രയിൽ ചെറിയ ഒച്ചയമ്പുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സർവീസ് ചെയ്യാൻ പോവാം. മീനടിക്ക് വളരെ കുറവാണ്. പിന്നെ മീൻപിടുത്തത്തിനും ഇപ്പോൾ പോകാറൊന്നുമില്ല, പണിത്തിരക്ക് കാര്യങ്ങളൊക്കെ കാരണം. ഇപ്പോൾ നല്ല വർക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ മീൻ പിടിക്കാൻ ഇപ്പം അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടണ പോലെ പോകാറുണ്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇനി മീനടി തുടങ്ങും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ റീല് സർവീസ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് ചെയ്താട്ടോ നമ്മുടെ റീല് ഡൈവർ CC80. അപ്പോൾ ഇത് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെഗൊക്കെ ഒന്ന് വളഞ്ഞു പോയതായിരുന്നു, നമ്മളിത് ശരിയാക്കിയത്. വീഡിയോ ഉണ്ട്, നമ്മളിതിൻ്റെ ഈ റീലാണ് അഴിച്ച് പറിച്ച് സർവീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ആവശ്യമുള്ള താളം എന്തൊക്കെ നോക്കാം. സ്ക്രൂ ഡ്രൈവർ സെറ്റ്, അതേപോലെ ഒരു ഗ്രീസ് ഞാൻ പെന്നിൻ്റെ ഗ്രീസ് എടുത്താണത്. അതേപോലെ തന്നെ പെന്നിൻ്റെ ഓയില്, പിന്നെ ഒരു WD-40, അതേപോലെ ഒരു ബ്രഷ് പോയിൻ്റ്, ചെറിയൊരു പോയിൻ്റ് കിട്ടിയ ബ്രഷ് മതി. പിന്നെ ഒരു സ്പാനർ, പിന്നെ അതേപോലെ തന്നെ ഒരു 2-3 ബഡ്സ്, പിന്നെ ഒരു തുണി. ഇത്ര സാധനം മതി നമുക്ക് അഴിച്ച് തുടങ്ങാം. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആദ്യമേ തന്നെ ഈ സ്ക്രൂ അങ്ങ് അഴിക്കുക. സ്ക്രൂ അഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഓരോന്നോരം നമുക്ക് അഴിച്ച് സെറ്റ് ചെയ്യാം. സ്ക്രൂ അഴിച്ച് അതേപോലെ തന്നെ ഇവിടെ ഒരു നെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബോൾട്ടായാലും നെറ്റായാലും ടൈറ്റ് ചെയ്യണ നേരെ വലത്തോട്ടായിരിക്കും ടൈറ്റ് ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ വലത്തോട്ട് അഴിക്കുവാണ്. അപ്പം വലത്തോട്ട് നമ്മൾ നേരെ അങ്ങ് അഴിക്കും കേട്ടോ. അത് അതിൻ്റെ നെറ്റ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഊരു കേട്ടോ, ഹാൻഡിൽ അതിൻ്റെ ഊരുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വാഷം വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഡ്രാഗ് ഒന്ന് ഊരണം. ഡ്രാഗ് നേരെ അടുത്തോട്ട് ആയിട്ട് വെച്ചിട്ട് ഡ്രാഗ് ഊരുന്നു. ഡ്രാഗിൻ്റെ ഊരി. അപ്പോൾ ഡ്രാഗ് കഴിക്കുമ്പോൾ ഒരു 2 സാളയിലുണ്ട്, അതൊന്നും പോവാതെ നോക്കിക്കൊള്ളുക. ഇതിൻ്റെ ആ സൗണ്ട് കേൾക്കണം, സാളാണ് അതൊക്കെ. അതും പോവാണ്ട് നോക്കുക. അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇച്ചിരി ടൈറ്റാണ് എല്ലാം നേക്കണത്. സർവീസ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ അയച്ച് പിന്നെ ഈ ടെൻഷൻ നോബ് സാധനങ്ങളുണ്ട്. അപ്പോൾ ടെൻഷൻ നോബ് നമ്മൾ ഊരുക. ടെൻഷൻ നോബ് അയച്ചിട്ടുണ്ട്. ടെൻഷൻ നോബിലൊക്കെ ചെളിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചെളിയൊക്കെ ഉണ്ട് ടെൻഷൻ നോബ്. എന്തുമാത്രം ക്ലിയറാണ് ലൈറ്റ്, എന്തുമാത്രം ക്ലിയറാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്പൂളും കൂടെ ഊരുക. സ്പൂളൊക്കെ ഊരിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കേണ്ടത് സ്ക്രൂകളാണ് അഴിക്കണത്. ഇതൊക്കെ ഓരോന്നോരോന്ന് അഴിച്ചെടുക്കുക. അഴിച്ച് ഓരോന്നോരോന്ന് ക്ലിയറായിട്ട് മാറ്റി വെക്കണ്ടോ. ഏത് സൈഡിലെ സ്ക്രൂ ആണെന്നൊക്കെ ഒന്ന് അറിയണം. അതുകൊണ്ടാണ് എല്ലാം ഈ ബോഡി സ്ക്രൂ അഴിക്കണത് മാറ്റി വെച്ചേക്കുക. വളരെ സിമ്പിളാട്ടോ ബൈക്ക് ആശ്രയിൽ അഴിക്കാൻ വേണ്ടി. ആൾക്കാർ വലിയ പാടാന്ന് വിചാരിക്കും. സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടിയല്ല, എന്നാലും കുറച്ച് ടാസ്ക് ഉണ്ട്. ഓരോരോ സമയം പോവാതെ മാക്സിമം നോക്കുക. നമുക്കിതൊക്കെ പുത്തം പോലെ ആക്കാം. ഇത് നമ്മൾ തുറക്കും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ സ്പ്രിങ് അങ്ങോട്ട് തെറിച്ച് പോയായിരുന്നു. ഇത് ഇവിടെ ഈ ഗിയറിൻ്റെ അവിടെ തന്നെ സ്പ്രിങ് ആട്ടോ. ഇവിടെ വന്ന സ്പ്രിങ്ങാണ്. അപ്പോൾ നമ്മൾ ഇനി ഓരോന്ന്
എടുക്കുക പുറത്തേക്ക്. ആദ്യം തന്നെ മെയിൻ ഗിയർ എന്നാണ് മെയിൻ ഗിയർ വന്നത്. അതുപോലെ ഇത് പിനിയൻ ഗിയർ, 2 ഗിയറുകളാണ്. ഇത് സ്പൂളിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഗിയറാണത്. നമ്മൾ അത് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് ഒച്ചമകളുള്ള കാരണം മാത്രം ഞാൻ അഴിച്ച, വേറെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇതൊന്നുമില്ല. അപ്പോൾ എന്നാലും നമുക്കൊന്ന് ഇതൊക്കെ ഈ സാധനങ്ങളൊന്നും അഴിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇത് ശരിക്കും അഴിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആയെങ്കിൽ ഇത് മാറ്റാറാവുമ്പോൾ മാത്രമാണ് ഇതൊക്കെ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇത് മൊത്തം ഒന്നും അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് ബഡ്സൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ WD-40 ഒക്കെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ WD-40 എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതങ്ങ് പ്രസ് ചെയ്യുക. ചെയ്തിട്ട് അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ നടിച്ചു കൊടുക്കുക. അയച്ചിട്ട് അപ്പുറത്ത് മാറ്റി വയ്ക്കുക. പിന്നെ കണ്ടിട്ടുണ്ട് ഇത് ഡ്രാഗ് വാഷ് കേട്ടോ, അതും മാറ്റി വയ്ക്കുക. അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കാം. ഇവിടെ കണ്ടിട്ട് ഡ്രാഗ് വാഷ് ഇതിൻ്റെ മറന്നുപോയി. ഡ്രാഗ് വാഷൊക്കെ എടുത്ത് നമുക്ക് പുറത്തേക്ക് ഇറക്കുക. ഇതൊരു ഫിക്സഡാണെന്ന് തോന്നുന്നത്, ഇതൊന്നും അതില്ല, ഫിക്സഡല്ല പോകുന്നുള്ളൂ. അതും നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗിയറൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം ഇവിടെ കുളമാവുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മൊത്തം തുടച്ചെടുക്കുക. ഇങ്ങനെ ഇതങ്ങ് അടച്ചു വെച്ചേക്കും, അല്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ തീർന്നു പോകും. അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അഴിക്കുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ചെളി ഉണ്ടാവും, അതൊക്കെ മാക്സിമം എടുത്ത് കളയാൻ നോക്കും. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ സുഖമായിരിക്കും കേട്ടോ എടുത്ത് കളയാൻ. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷും കൊണ്ട് നേരെ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ മതി. ഒരിക്കലും ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് തമ്പാറ് നിൽക്കരുത്, തമ്പാറ് കഴിഞ്ഞ് സ്പ്രിങ് തെറിച്ച് പോകും. അപ്പോൾ മാക്സിമം കാര്യം അഴിക്കണ ആൾക്കാർ ഒന്ന് നോക്കുക. ഓവറായിട്ട് ചെളി ഉണ്ടെങ്കിൽ ഇവിടെ തുടച്ചു കൊടുത്താൽ മതി, ഇതൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എത്താത്ത സ്ഥലത്തൊക്കെ ഒന്ന് ബഡ്സൊക്കെ ഇട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അത്യാവശ്യം ചെളികൾ കണ്ടോ, ചെളികൾ കണ്ടോ, ചെളികൾ പൂക്കളും. അത്യാവശ്യം ചെളിയുണ്ട്. വേണ്ട ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ കറവച്ച വന്നത്. ഇപ്പോൾ ചെളിയൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ചെളികളുണ്ട്. ഇത് ഈ സൈഡിൽ നിന്ന് അയച്ചു നോക്കാം. ഈ സൈഡിൽ ഇവിടെ 2 ലോക്ക് കണ്ടോ, ഈ ലോക്ക് ഇങ്ങനെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റായിട്ട് അങ്ങ് പോരും, അങ്ങോട്ട് പോരും. സ്ക്രൂ ഡ്രൈവർ എന്ത് ഇത് ഈ സ്ക്രൂ അയക്കുകയാണെങ്കിൽ ഇതും കൂടെ പോരും, ഈ സാധനം പോരും. നമുക്ക് ഇതും കൂടെ അയച്ചെടുക്കാം. അയക്കേണ്ടത് പറയുകയാണെങ്കിൽ ഇത് ഒരു മൈനസ് സ്കൂട്ടർ, ചെറിയ സ്കൂട്ടർ എടുക്കാം. ചെറിയ സ്കൂട്ടർ എടുത്തിട്ട് കറക്റ്റ് പോയിന്റിൽ വെച്ച് അവിടെ അങ്ങോട്ട് പുറകോട്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പോരും. മാക്സിമം ഇവിടെ ഇത് അഴിക്കുമ്പോൾ തമ്പാറ് തെങ്ങാണ്ട് നോക്കുള്ളൂ. ഇതിനുണ്ട്, അതിൻ്റെ ഒപ്പം ഒരു വാഷും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ സ്ക്രൂ കൂടെ വെച്ച് നമുക്ക് അത് കൊടുക്കാം, എങ്കിൽ അത് പോരുള്ളൂ.
നമ്മൾ ആ സ്ക്രൂ കൂടെ അഴിച്ചിട്ട് ഈ ഒരു ബോഡി പീസ് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറക്കാം കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്നോളും. എന്താ ഈ റാഡ് എടുക്കുക. പതുക്കെ കഴിക്കുക. ഇതിവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് നേരെ പതുക്കെ തട്ടുക. തട്ടി കഴിഞ്ഞിട്ട് എന്നെ പിടിച്ച് ഇത് എന്നിട്ട് പിന്നെ കുഞ്ഞ് പിന്നെ അതൊന്നും കളയരുത്. പോയി കഴിഞ്ഞാൽ കിട്ടില്ല അത്. അതുകഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടേ ആ സാധനത്തിനെ വലിച്ചെടുക്കാം. ആ ഒരു ലോക്ക് ഇതാണ് ഇത്. ഇങ്ങനെയൊന്നും ഒരു സർവീസ് സെൻ്ററിൽ അഴിക്കാറില്ല കേട്ടോ. അവരത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് സർവീസ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ. ഇത്രയും ക്ലിയറായിട്ട് സർവീസ് ആരും ചെയ്യാറൊന്നുമില്ല. നമ്മുടെ സ്വന്തം റീലായതുകൊണ്ട് നമ്മൾ അഴിക്കുന്നു, സർവീസ് ചെയ്യുന്നു. പ്ലെയറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടോ ഉള്ളിരിക്കണ ഒരു പീസ് ഉണ്ടോ, ഇത്രയും ചെറിയ ഒരു ലെഗ് പോലെ ഉള്ളത് നമ്മൾ കഴിച്ച് അതുകൊണ്ടാണ് ഈ സാധനം മൊത്തം ഓടണം കേട്ടോ. അപ്പുറത്തെ ഓടണത്. ആ ലോക്കില്ലെങ്കിൽ ഓടില്ല. നമ്മളത് കഴിച്ചിട്ടുണ്ട്, പീസാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയിരിപ്പുണ്ട്. എന്താ നല്ല ചെളിയുണ്ട്. ചെളിയൊക്കെ നമുക്കൊന്ന് കളയട്ടോ. കളഞ്ഞിട്ട് കാണാം. വേണ്ടോ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് WD-40 കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു 10-15 മിനിറ്റത്തേക്ക് ഒന്ന് വെച്ചേക്കും. ഉടനെ തന്നെ അതിട്ട് കഴിഞ്ഞാണെങ്കിൽ ആ ഗ്രീസൊന്നും മര്യാദയ്ക്ക് പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കി ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ വേണ്ട എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെളികൾ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല പക്ക ഫിനിഷിങ് ചെയ്യുന്നുണ്ട് എല്ലാം. ബെയറിങ് ഗിയറുകൾ നോക്കി നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്താണ്. ഒരു ചെളി പോലെ മാക്സിമം ഇപ്പോൾ സർവീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റീൽ അഴിക്കണവർ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഓയിലോ ഗ്രീസൊക്കെ ഇടാൻ ശ്രമിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇട്ടതിന് പ്രയോജനം ഉണ്ടാവില്ല. അപ്പം മാക്സിമം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഇടണമെങ്കിൽ. ഈ ഗിയറുകളിലായാലും ഈ ഗിയറിലൊക്കെ ഇടുമ്പോൾ മാക്സിമം ഫുള്ള് ക്ലീൻ ചെയ്യണം. ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇടാമുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഓരോന്നോരം തുടങ്ങിയേക്കാം. 2 പോർഷൻ തുടങ്ങാം. ഇതിലൊക്കെ കുറച്ച് ഗ്രീസ് നേരെ ആദ്യം ഇട്ടിട്ട് വേണം അങ്ങ് കയറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരം സെറ്റ് ചെയ്യാം. അപ്ലൈ ചെയ്യാണ്ട് ഗ്രീസ് എടുക്കുക. ഇതാണ്ട ഗ്രീസ് എടുക്കുക. ബ്രഷ് കൊണ്ട് അതൊക്കെ നോക്കുക. അങ്ങനെ എല്ലാത്തിലും എത്തേണ്ട രീതിയിൽ ഓവറായിട്ട് ഗ്രീസ് പാടില്ല കേട്ടോ. കുറച്ച് ഗ്രീസേ പാടുള്ളൂ. ഓവറായിട്ട് ഗ്രീസ് ഉണ്ടെങ്കിൽ അപ്പുറത്തേക്കും ബൾജ് ചെയ്ത് നിൽക്കും. ഒരു മാക്സിമം കുറച്ച് ഗ്രീസ് തേച്ച് വെക്കാൻ നോക്കുക. ഇതെന്താ നമ്മുടെ ഈ സാധനത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു വശത്താണ് നമ്മൾ ആ പിന്ന് വന്നേക്കുന്നത്. അപ്പോൾ പിന്ന് വരുന്ന വശത്തേക്ക് നേരെ ഇടുക. അത് ഓക്കെ. ഇട്ടതിന് ശേഷം നമ്മൾ വേണ്ടേ എടുക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് വഴി എടുക്കുന്നു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകുവശം വഴി ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് നമ്മുടെ സ്പൂള് വൈൻഡ് ചെയ്യണം. അങ്ങോട്ടും കൂടെ നീങ്ങണ സാധനം അതിൻ്റെ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പിന്നുണ്ട്. ഇതിനെ ഈ ഉള്ളിരിക്കണ ആ പിരിയനെ ഒന്ന് പിരിക്കാൻ വേണ്ടിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം 2 ലെഗ് ആയിട്ടുള്ള. അതും കൂടെ നമ്മൾ അതിലങ്ങ് ഇട്ടെടുത്ത് അത് വെച്ച് പതുക്കെ ഒന്ന് ടൈറ്റ് കൊടുക്കുന്നു. നമ്മളോട് പോവാതിരിക്കാൻ വേണ്ടി ടൈറ്റ് കൊടുക്കുന്നുണ്ടോ. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട, ഒരു മീഡിയം ടൈറ്റ്. നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ചെറിയൊരു വാഷ് ഉണ്ടാവും. ആ വാഷ് ആദ്യം അങ്ങ് ഇടുക. ഒരു സാധനം പോലും മിസ്സാക്കരുത് കേട്ടോ. മിസ്സാക്കിയിരുന്ന് കിട്ടാനൊക്കെ പാടായിക്കല്ല. പിന്നെ ഇത് എൻ്റെ ഒരു ഗിയറാണെന്നാണ്. അപ്പോൾ ആ ഗിയറും നേരെ നമ്മൾ ഒരു 4 വെട്ട് കാണും. അപ്പം ചിലവരെ നോക്കുമ്പോൾ ഇത് ചെളി കയറി അടഞ്ഞിരിക്കുമായിരിക്കും. അപ്പം
അത് നോക്കിയെടുക്കുക. ആ 4 വിട്ടെടുക്കുക. അത് കഴിഞ്ഞ് പതുക്കെ അങ്ങ് ഇച്ചിരി തള്ളി പിടിച്ചിട്ട് ഇതൊന്നും മിസ്സായിപ്പോയി കിട്ടില്ല കേട്ടോ. അങ്ങനെ ആൾക്കാർ അങ്ങനെ ആരും അഴിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതൊക്കെ ഒരു തേങ്ങ കയറ്റിയിട്ട് കറക്റ്റ് പൊസിഷനാക്കിയിട്ട് അങ്ങനെ നെക്കി കൊടുക്കുക. കണ്ടോ, ഒരു വെട്ടിലിട്ട് വേണ്ട, ആ വെട്ടി വീണെടുക്കണം. അതുപോലെ നമ്മൾ നേരെ ഇട്ടാൻ തിരിക്കുക. അങ്ങോട്ട് അത് തിരിച്ച് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഈ സാധനം കണ്ടോ, ഇത് ഇടുക. അങ്ങനത്തെ ശേഷം ഒന്ന് കറക്റ്റ് സെറ്റായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിലോട്ട് ഓക്കെ വീണുണ്ട്. പിന്നെ അത് ശേഷം നമ്മൾ ഈ ലോക്ക് കണ്ടോ, ആ ലോക്ക് ഇത് അങ്ങോട്ടായിക്കട്ടെ വന്നത്. ഇവിടെ നേരെ കണക്ട് ചെയ്തിട്ട് നേരെ അപ്പുറത്തെ ഹോളുണ്ട്, ആ ഹോളിലോട്ട് കയറ്റി വെച്ച് ഒന്ന് പതുക്കെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, പ്രസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു വാഷുണ്ട്. ഈ ഒരു വാഷും ഇതിലിടുക. വാഷും എടുത്തിട്ട് പതുക്കെ താത്തി കൊടുക്കുക. ഇടാനൊക്കെ ഇച്ചിരി പാടായിക്കത്. ഓക്കെ, ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പതുക്കെ ടൈറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വശം ക്ലിയറായി. പിന്നെ ഇതിൻ്റെ കവർ, അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് ടൈറ്റ് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട കേട്ടോ, ഒരുവിധം മീഡിയം ടൈറ്റ്. ഒരുപാട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ടോട്ട് നീങ്ങില്ല, സ്റ്റക്കായി പോകും. ഒരു ചെറിയ പ്ലെയർ വേണം, അവിടെ ഇത്രയും പ്ലെയർ വേണം. അതായത് ഈ കവർ നേരെ കറക്റ്റ് അതേപോലെ രീതിയിൽ കയറ്റുക. ഈ കവർ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഒരു കമ്പി കയറിയിട്ട് ഈ കമ്പിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കവർ വന്നാണത്. കവർ നേരെ കയറ്റുക. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഈ ഒരു സ്ക്രൂ പോലും വലിയ വലിച്ച് ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ഇതൊരു ഫൈബറിൻ്റെ മെറ്റീരിയൽ കാരണം പെട്ടെന്ന് അതിൻ്റെ ത്രെഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുവിധം മീഡിയം, ഒരുവിധം കൊണ്ടെന്ന് പറഞ്ഞ രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഓക്കെ, മതി. ബോഡിയുടെ ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഗിയർ കണ്ട, ഈ ഗിയറിൽ അങ്ങോട്ട് കൊടുക്കും. കുറച്ചാ പാടുള്ളൂ, ഒരു ഓവറായിട്ടൊന്ന് ഈ ഗ്രീസൊന്നും കയറ്റണ്ട. വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാസ്റ്റിംഗ് കുറവുണ്ടാവും. പിന്നെ ആ ഗ്രീസ് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് കാസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ഈ ഗിയറിലും അങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ സാധാ ഗ്രീസുകളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വില കുറഞ്ഞ ഗ്രീസൊക്കെ ഉണ്ട്, ഒരു 400 രൂപയുടെ ഗ്രീസുകളൊക്കെ ഉണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രീസാണ്. 400 രൂപയ്ക്ക് ഗ്രീസും ഓയിലുമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാരണം വെച്ചാൽ ബ്രാൻഡ് സാധനം കാരണം നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമുക്ക് ഗ്രീസ് ഇട്ട് വെച്ചേക്കാം. എന്താ ഒരു ഇച്ചിരി വെള്ളം കൂടുതലും മുഴച്ചിടണ്ട, ഈ ഉള്ളിലൊന്ന് ഫില്ലാവുന്ന രീതിയിൽ ഗ്രീസ്. ഗ്രീസ് ഇട്ടിട്ട് നമുക്ക് വേഗം സൈഡിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നു. അതിരിക്കട്ടെ. ഇതാണ് പിനിയൻ ഗിയർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കുറച്ച് ഗ്രീസ് ഇടുന്ന വേണ്ട ഗിയർ ലോക്ക് അതാദ്യം ഇടുക. ഓക്കെ, അതിനുശേഷം
ഈ ഒരു വാഷ് അതും ഇടുക. നമ്മൾ ഗ്രീസൊക്കെ ഇട്ട് വെച്ചത് അപ്പോൾ എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഇടുക. വെച്ചതിന് ശേഷം പതുക്കെ നേരെ ഇവിടുന്ന് കറക്റ്റ് രീതിയിൽ ഇറക്കുക. ഈ 2 ലോക്ക് ഉണ്ട്, ആ ലോക്കിൽ കൂടെ കറക്റ്റ് വെട്ടി ഇറങ്ങിയാൽ മതി. കണ്ടോ, ഇറങ്ങിയിട്ടുണ്ട് വെട്ടി കൂടെ. അതിനുശേഷം 2 സ്പ്രിങ് എടുക്കുക. സ്പ്രിങ് എടുത്തിട്ട് നേരെ ഇവിടെ ഇടുക. ഇങ്ങോട്ടുണ്ട്. പിന്നെ വന്നത് ഈ ഡ്രാഗ് വാഷാണ്. അപ്പോൾ ഡ്രാഗ് വാഷറിൽ നമുക്കൊരു പൊടിക്ക് ഒരു ഗ്രീസ് കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഡ്രാഗ് വാഷ് എടുക്കുക. ഡ്രാഗ് വാഷറിൽ നൈസായിട്ട് ഗ്രീസ് അങ്ങനെ തേക്കുക. അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് പതുക്കെ തേച്ചേക്കുക. തേച്ചിട്ട് ഡ്രാഗ് വാഷ് നേരെ ഇടുക. ഇതിന് കഴിഞ്ഞതല്ല ഈ ഒരു കപ്പ് എടുത്തിട്ട് കപ്പും നേരെ ഇടുക. ഓക്കെ, ഇത് കുറച്ച് ഗ്രീസും കൂടെ ഇതിലോട്ട് അപ്ലൈ ചെയ്യും. അപ്പം ഇപ്പം എടുത്തപ്പോൾ ഗ്രീസ് കുറച്ച് പോയായിരുന്നു, അപ്പോൾ കുറച്ച് ഗ്രീസും കൂടെ വേഗം ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. പിന്നെ ഈ ഒരു ബെയറിംഗ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു ബെയറിംഗ് ഉണ്ട്, ആ ബെയറിങ്ങിലും കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണമെന്നില്ല, കുറച്ച് എല്ലാം കുറച്ച് മതി. അതിൻ്റെ ഉള്ളിലിട്ട് കുറച്ചിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇട്ടിട്ടുണ്ട്. നേരെ അങ്ങ് കയറ്റാം. കവർ അടച്ചിട്ടുണ്ട്. ഓക്കെ, സ്ക്രൂ ചെയ്യാൻ നമുക്ക്, അതായത് സ്ഥലത്ത് സ്ക്രൂ ചെയ്യണം. സ്ക്രൂ വെക്കും വലിയ ടൈറ്റ് ചെയ്യേണ്ട, ഒരു നൈസ് ടൈറ്റ് മതി കേട്ടോ. എത്ര ടൈറ്റ് ചെയ്യാൻ മതി. നമുക്ക് ഇതിൻ്റെ ബുഷ് നേരെ താഴത്തേക്ക് ഇറക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ചെറിയൊരു വാഷുണ്ട്, ചെറിയ വാഷ് ആദ്യം ഇടുക. പിന്നെ ഇവിടെ 2 വാഷുണ്ട്. ഈ 2 വാഷിൻ്റെ ബെൻഡ് ചെറിയൊരു ബെൻഡായിട്ടുള്ള ആ ബെൻഡ് മേലോട്ടായിരിക്കും കേട്ടോ. മേലോട്ടാക്കിയിട്ട് അതായത് താഴത്തേക്ക് ഇറക്കിടുക. ബെൻഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കറങ്ങില്ല. ചെറിയ ബെൻഡ് കണ്ടോ, ബെൻഡ് നേരെ മേലോട്ടാക്കിയിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രാഗിൻ്റെ സൗണ്ട് വന്ന് കാണാം. അതിട്ട് പിന്നെ നമ്മുടെ ടൈറ്റ് ചെയ്യണ സാധനമായിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്പൂളിന് സ്റ്റിക്കർ ഉണ്ടാകുന്നത് ഫസ്റ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടായിരുന്നു, ഉണ്ടായിരുന്നു, കണ്ടില്ലത്. ഇട്ടിട്ടുണ്ട്. അടപ്പ് വെച്ച് അടയ്ക്കുന്നു. ഓക്കെ, ഭാഗം ടൈറ്റ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു സ്പ്രിങ് ഉണ്ടോ, അത് അവസാനം ഇടാനുള്ള ഈ ഒരു സ്പ്രിങ് നേരെ ഇടുന്ന ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻഡിലിടുന്നു.
വലത്തോട്ടല്ല ഇടത്തോട്ട് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്ര ഉള്ളു പരിപാടികൾ. ആകെ പക്കെ ഓക്കെയാണ്. വോൾട്ടേജ് ചെയ്തുള്ള വോൾട്ടേജ് ചെയ്യാനുണ്ട്. ടെൻഷൻ വിളിച്ച് ടൈറ്റ് കേട്ടോ. ടെൻഷൻ വിളിച്ച് ഇച്ചിരി ഇതുള്ള അത്യാവശ്യം ഓയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്കും കേട്ടോ. ചെറുതായിട്ട് മതി. ഓയിലെടുത്തിട്ട് ഇവിടെ ഒരു തുള്ളി ബെയറിങ്ങിൽ, ഇതൊരു ബെയറിംഗ് ആണ്, അപ്പോൾ ബെയറിങ്ങിൽ ഒരു തുള്ളി ഓയിലിടുക. അതേപോലെ ഇവിടെ ഒരു ബെയറിംഗ് ഉണ്ട്, ഈ ബെയറിങ്ങിൽ ഒരു തുള്ളി ഓയിൽ. ഒരുപാടൊന്നും വേണ്ട, ഒരു തുള്ളി വെച്ചാൽ നേരെ കിട്ടേക്കുക. അടയ്ക്കുക. അതുപോലെ ടെൻഷൻ നോബിൻ്റെ ഉള്ളിൽ തുള്ളി ഓയിൽ. ഓക്കെ, ഇത്രയുള്ള പരിപാടി. റെയിലിൽ തിരിയാൻ ഇവിടുത്തെ ലോക്ക് തിരിയാൻ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. ഈ ലോക്ക് ഇടണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉദ്ദേശിക്കുന്നു. നമുക്ക് ചെറിയൊരു വീഡിയോ കേട്ടോ, വീഡിയോകളൊന്നും വേറെ ചെയ്യാത്തതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വരാം.